വെറുതെയാണേ ഒന്ന് മാറിയില്ല തീയാളിത്. ഹലോ മദ്യശക്തി, ഇത് എങ്ങോട്ടാ? വിദ്യുശക്തിയുടെ ബില്ലടയ്ക്കാൻ പോവാ. എന്താ $2000 ബില്ല് എനിക്ക്. അതെ, $2000 ബില്ല് തനിക്ക്. അതിനെന്താ? എനിക്കാണോ $2000 ബില്ല്? എടോ, ഈ പ്രഭാകരൻ താനാണോ? ആ, ഞാനാ പ്രഭാകരൻ. അപ്പൊ ഈ $2000 ബില്ലും തന്നതല്ല. അത് ശരി. അപ്പൊ ഈ $2000 ബില്ല് എനിക്ക്. കൊള്ളാം. ഈ പ്രഭാകരൻ താനാണെങ്കിൽ $2000 ബില്ലും തനിക്ക് തന്നെ. സാറേ, എനിക്കാണോ $2000 ബില്ല്? എടോ, $2000 കറണ്ട് ഉപയോഗിച്ച് തന്നോട് പിന്നെ ഞങ്ങൾ എന്നെ $500 ബില്ല് മേടിക്കണം. എടോ, വീട്ടിലെ ടിവിയും ഫ്രിഡ്ജും ഫാനും മിക്സിയൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു $2000 ബില്ല് വരുമെന്ന്. എന്നാലേ വീട്ടിൽ ടിവിയും മിക്സിയും ഫാനും മെഷീനും ഒക്കെ ഉപയോഗിക്കുന്ന കാലത്ത് $2000 അടച്ചോളാം കേട്ടോ. ഇത് കൊറേ ബില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ, നിങ്ങൾ അങ്ങ് പൊക്കോ. എന്റെ വീട്ടിലെ കറണ്ട് പോലും ഇല്ല, അറിയാവോ? കറണ്ട് ഇല്ലേ? ഇല്ല. കൊള്ളാലോ. കറണ്ട് പോലും ഇല്ലാത്ത താൻ $2000 ബില്ലുണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ കറണ്ട് ഉണ്ടായിരുന്ന താൻ എത്ര രൂപയുടെ ബില്ലുണ്ടാക്കിയനെ? പോയി കൂതിക്കണോ? എന്റെ വീടിന്റെ മേളിൽ കൂടെ ലൈൻ പോയെന്ന് പറഞ്ഞ് ഞാൻ $2000 ബില്ലടക്കണമോ? കൊള്ളാമല്ലോടാ ഇത്. ആഹാ. എടോടോ, ആദ്യം വന്ന് ഞാനാ. ഇവിടെ ആദ്യം വന്ന് ഞാനാ. എല്ലാരും കേൾക്കണേ. ഈ പുള്ളി ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് വന്ന് തുറന്ന് എല്ലാം കൂടെ തൂത്ത് വൃത്തിയാക്കിയാണ് അല്ലേ? എടോടോ, തന്നെയൊക്കെ മുമ്പ് ആദ്യം വന്ന് ഞാനെന്ന് പറയുന്നു. എന്നാ പറഞ്ഞ? എന്നേക്കാൾ മുമ്പ് വന്ന ആള് താനാണെന്ന്. എന്നാലേ തന്നേക്കാൾ മുമ്പേ പോകേണ്ട ആളാ ഞാൻ. അതുകൊണ്ടാ തന്റെ ഫ്രണ്ട് കയറിയില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാത്ത. താങ്ക്സ്. ആളില്ലേ ഇവിടെ? അതെ, ഈ ബില്ലൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ ബില്ലിന് മാത്രമേ തെളിച്ചുള്ളൂ. ലൈറ്റ് ഇടുമ്പോൾ ബൾബൊക്കെ ഒരുമാതിരി മങ്ങിയാ കത്തുന്നത്. അതെന്നാന്നറിയോ സംഭവം? ഈ കലക്കവെള്ളത്തിൽ നിന്നല്ലേ കറണ്ട് എടുക്കുന്നത്, അതുകൊണ്ടാ. അല്ല പിന്നെ നല്ല തെളിച്ചം കിട്ടും. മിനറൽ വാട്ടറിൽ നിന്ന് കറണ്ട് എടുക്കണം. മിനറൽ വാട്ടറിന് കറണ്ട് എടുക്കണം. ഇയാൾ ആരിടും പറഞ്ഞിട്ട് നീങ്ങണ്ട. അല്ലെ പിന്നെ സോപ്പ് വെള്ളത്തിൽ ബൾബൊന്ന് കഴുകാനും മതി കേട്ടാ. ആർക്കറിയാം കഴുകുമെന്ന്. കയറി പെട്ടെന്ന് ആട്ടെ സാറേ, അങ്ങോട്ട് കൊടുക്ക് പെട്ടെന്ന്. താൻ ബില്ലടയ്ക്കാൻ വന്ന് നിൽക്കുകയാണോ? പിന്നെ ഞാൻ ഈ ക്യൂ നിൽക്കുന്നുണ്ടപ്പോ നീ എന്നെ വെച്ചാൽ സാധനം മേടിക്കാൻ വന്നാ? അല്ല, തന്നെ ആ ക്യൂവിലേക്ക് കാണാറുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാ. എടാ, ആ ക്യൂവിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ ക്യൂ വന്ന് നിന്ന. താൻ വലിയ ഷോ ഒന്നും കാണിക്കേണ്ട, മര്യാദക്ക് നിന്നിട്ട് അടച്ചിട്ട് പോകും. വലിയ ഷോ ഒന്നും കാണിക്കണ്ടെന്ന്. ഷോ കാണിച്ചാൽ നീ എന്ത് ചെയ്യും? വിരല് ചൂണ്ടി സംസാരിക്കരുത്. സംസാരിച്ച നീ എന്ത് ചെയ്യുമാടാ? സുരേഷ് ഗോപിയാ? സുരേഷ് ഗോപിയാ? നല്ല അടിപൊളിക്കും. പിന്നെ നീ വലിച്ചിട്ടുള്ള 11 kV ലൈനത്തോട്ടിട്ട് എന്നെ അടിച്ചിട്ടില്ല. പിന്നെ ആ ലൈൻ വലിക്കുന്നത് നീ. നീ വലിക്കുന്ന ലൈനൊക്കെ എനിക്കറിയാം കേട്ടാ. എവിടെയാണ്? ഹലോ, ഇങ്ങോട്ട് നോക്കിയാ. ഇല്ല, ഇങ്ങോട്ട് ശ്രദ്ധിച്ചു. ഒരൊറ്റ പോസ്റ്റ് മാത്രം ലൈൻ വലിക്കുന്ന ലൈൻമാൻ ഇവൻ. ഏത് പോസ്റ്റ്? ഏത് പോസ്റ്റ്? ആ ലേഡീസ് ഹോസ്റ്റലിന്റെ അവിടുത്തെ. എടോ, അവിടുത്തെ ലൈൻ എപ്പോഴും പൊട്ടുന്നോണ്ടല്ലേ? ഓരോ ലൈൻ പൊട്ടുന്നിടത്ത് നീ വേറെ ലൈൻ അങ്ങ് ഇട്ടോളുവാണോ? കൂടുതൽ ലൈൻമാൻ കളിക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ ഏരിയക്കാരന് ലൈൻ അടിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ നാട്ടുകാർ നിന്റെ ഫീസൂലാതെ നീ സൂക്ഷിച്ചു. വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം കേട്ടോ. എല്ലാരും പറയും വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം. അല്ല, എനിക്ക് അറിയാൻ മേലുണ്ടോ? ഈ വെള്ളം അടിച്ചാൽ കീറി കിടക്കുന്ന സ്ഥലമാണോ വയറ്? എടോ, അതല്ല. താൻ വെള്ളം അടിച്ചാൽ തന്റെ വയറ്റിൽ കിടക്കണമെന്ന്. പിന്നെ ഞാൻ അടിച്ച വെള്ളം പിന്നെ നിന്റെ വയറ്റിൽ വന്ന് കിടക്കും. ഇത് പോരാതെ ഓരോന്നൊക്കെ രാവിലെ കറണ്ട് ചാർജ് അടയ്ക്കാൻ വന്നിരിക്കാം വെള്ളം അടിച്ചുകൊണ്ട്. വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാം. വെള്ളം അടിച്ചുകൊണ്ട് കറണ്ട് ചാർജ് അടയ്ക്കാൻ വരാൻ മേല. സർക്കാരിന്റെ ഓരോരോ നിയമങ്ങളും. താനെന്റെ ബാക്കി നിന്നാണോ? പിന്നെ താനെങ്ങനെ എന്റെ ഫ്രണ്ട് വന്നോ? താൻ ബില്ലടയ്ക്കുന്നില്ലേ? സോറി കേട്ടോ സാറേ. എന്റെ എത്രയാ സാറേ? ബില്ല് തരാതെ എങ്ങനെയാണോ അറിയുന്നത്? ബില്ല് തരാം. എവിടെ താൻ ബില്ല് തന്നില്ലല്ലോ. വേണം. പിന്നെ വേണ്ടേ? അത് പറഞ്ഞാ പോലെ. എടോ, താൻ എന്തുകൊണ്ട് കാണിക്കുന്നു? തരാം.
ധൃതി വെക്കില്ലേ പിന്നെ ഡോ, മറ്റുള്ളവർക്കും ബില്ലടയ്ക്കാനുള്ളതാ. ആ മറ്റുള്ളവരുടെ ബില്ല് അവരടച്ചോളും. ഇപ്പൊ ഞാൻ അടച്ചിട്ട് അടച്ചാൽ മതി എല്ലാരും കേട്ടാ. പോരാ പോലെ ശ്ശോ, ഇയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായി. എന്താ സാർ? എടോ, ഇയാള് കുറച്ച് നേരമായിട്ട് ബില്ല് കയ്യിലോട്ട് തരും വലിക്കും, തരും വലിക്കും. കുറച്ച് നേരമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുക. ചേട്ടാ ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എന്നാ എടോ, താൻ എന്തിനാണോ ഞങ്ങളെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ബുദ്ധിമുട്ടായല്ലേ? സാറിന് ബുദ്ധിമുട്ടായത് എന്നെ കൊണ്ട് സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായത്. ഇതുപോലാണ് ഞങ്ങൾക്കും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട്. അറിയാവോ എന്ത് ബുദ്ധിമുട്ടാ? എന്ത് ബുദ്ധിമുട്ടാണോ? ഇതുപോലാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കരണ്ട് വരുന്നത്. വരും പോകും, വരും പോകും. അപ്പൊ ഇതുപോലെ പൈസ തരാൻ പറ്റത്തുള്ളൂ കേട്ടാ.